പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ലെസൺ ഹാഫ് എ ഡേ, ആ സ്റ്റോറിയുടെ ഒരു സമ്മറി, അതോടൊപ്പം സ്റ്റോറി കൊണ്ട് അർത്ഥമാക്കുന്ന തീം ഓഫ് ദ സ്റ്റോറി, ഇതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ലെസൺ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഈ സ്റ്റോറി ശരിയാം വിധം വിശദീകരിച്ച് നൽകാൻ അധ്യാപകർക്കും ഏറെ സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കാദ്യം റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ. ഈജിപ്ഷ്യൻ നൊബേൽ ലോറിയറ്റ് നജീബ് മെഹ്ഫൂസ് എന്ന എഴുത്തുകാരനാണ് ഓഥർ. നജീബ് മെഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കൈറോ, ഈജിപ്റ്റ് ഇൻ 1911. നജീബ് എന്നോ നഗീബ് എന്നോ രണ്ട് രീതിയിലും ഈ പേര് ഉച്ചരിക്കാറുണ്ട്. ഒരു അറബിക് നെയിം എന്ന രീതിയിൽ നജീബ് എന്ന ഉച്ചാരണത്തിനാണ് ഏറെ സ്വീകാര്യത. ആഫ്റ്റർ റിസീവിംഗ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി ഫ്രം കൈറോ യൂണിവേഴ്സിറ്റി ഇൻ 1934, മെഹ്ഫൂസ് ജോയിൻ ദി ഈജിപ്ഷ്യൻ സിവിൽ സർവീസ്. 1934 കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നജീബ് ഫിലോസഫിയിൽ ഡിഗ്രി നേടിയ ശേഷം ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ സേവനമനുഷ്ഠിച്ചു. He is regarded as one of the most important writers in Arabic literature. He was the first Egyptian and the first Arab writer to receive the Nobel Prize in Literature. അറബിക് സാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് നജീബ് മെഹ്ഫൂസ് പരിഗണിക്കപ്പെടുന്നത്. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ആദ്യമായി നേടിയ ഈജിപ്തുകാരനും അറബ് രചയിതാവുമാണ് നജീബ്. He published 35 novels, around 350 short stories and 26 screenplays. അദ്ദേഹം 35 നോവലുകൾ, 350ഓളം ഷോർട്ട് സ്റ്റോറീസ്, 26 തിരക്കഥകൾ ഇതെല്ലാം രചിച്ചു. His most famous works include The Cairo Trilogy and Children of Jebelawi. അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ നിന്നെല്ലാം തന്നെ ഏറെ പ്രസിദ്ധമായത് The Cairo Trilogy, അതോടൊപ്പം ചിൽഡ്രൻ ഓഫ് ജബലവി എന്നീ കൃതികളാണ്. മെനി ഓഫ് മെഹ്ഫൂസസ് വർക്ക്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ ധാരാളം കൃതികൾ ഫിലിം ആക്കപ്പെട്ടിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ 30 ഓഗസ്റ്റ് 2006. 2006 ഓഗസ്റ്റ് 30 നജീബ് മെഹ്ഫൂസ് മരണപ്പെട്ടു. ഹാഫ് എ ഡേ എന്ന സ്റ്റോറി വായിക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും ഇതിന് അഗാധമായ ഡീപ്പ് മീനിങ്, അർത്ഥതലങ്ങളുണ്ട്. പല സാഹിത്യ നിരൂപകരും ഈ സ്റ്റോറിയെ ഒരു ആലിഗറി കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലിഗറി എന്നാൽ ഒരു ലിറ്റററി ഡിവൈസ്, അതല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ഫോമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിംബലിസം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതിനുമപ്പുറം മറ്റൊരു കാര്യം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ. ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ. ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാലയത്തിൽ ചെലവഴിക്കുന്ന അര ദിവസം, അത് പരാമർശിച്ചുകൊണ്ട് ഹാഫ് എ ഡേ എന്ന ടൈറ്റിൽ സ്റ്റോറിക്ക് നൽകിക്കൊണ്ട് രചയിതാവ് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫ് ടൈം, ദീർഘമായ ജീവിത കാലയളവിനെയാണ്. ഹാഫ് എ ഡേയുമായി ഒരു ജീവിത കാലയളവ്, ലൈഫ് ടൈം താരതമ്യപ്പെടുത്തിക്കൊണ്ട് എത്ര വേഗത്തിലാണ് ടൈം പാസേജ് സംഭവിക്കുന്നത്, ഒരാളുടെ ജീവിതം എത്ര ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്, അതെത്ര നശ്വരമാണ് എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥി ആ സ്കൂളിൽ ഒരു ഹാഫ് എ ഡേയിൽ നേരിടുന്ന പല സന്ദർഭങ്ങൾ, അതിൽ സന്തോഷവും സന്താപവും പലതരത്തിലുള്ള മിക്സ്ഡ് ഫീലിങ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ സൗഹൃദം, പ്രണയം, പല തലങ്ങളെയും ആ കുട്ടി അനുഭവിക്കുന്നു. ഇതെല്ലാം ജീവിതത്തിലെ പല മുഹൂർത്തങ്ങളാണ്, ലൈഫിലെ ആപ്സ് ആൻഡ് ഡൗൺസ്. ഇതെല്ലാം തന്നെ ഈ ഒരു ഹാഫ് എ ഡേ കൊണ്ട് ഈ കുട്ടി അനുഭവിച്ചു തീർക്കുന്നു. ഇത്ര എളുപ്പത്തിലാണ് ഒരാളുടെ ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്ക് സ്റ്റോറിയുടെ സമ്മറി, അതിൻ്റെ തീം വിശദമായി പരിശോധിക്കാം. The story begins with a young boy who is taken to his first day of school by his father. കഥ ആരംഭിക്കുന്നത് കഥയിലെ പ്രധാന കഥാപാത്രമായ യങ് ബോയ്, കുട്ടിയെ അവൻ്റെ സ്കൂളിലേക്ക് ആദ്യമായി പിതാവ് കൊണ്ടുപോകുന്നതോടുകൂടെയാണ്. ഹി ഹാസ് മിക്സ്ഡ് ഫീലിങ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഫിയർ. സ്വാഭാവികമായും
ആദ്യ ദിനം വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയിൽ സമ്മിശ്രമായ വികാരങ്ങളാണുള്ളത്. അവൻ അല്പം എക്സൈറ്റ്മെൻറ്റും ഫിയറും ആകാംക്ഷയും ആവേശവും എല്ലാമുണ്ട്. The father encourages him, saying that school is not a punishment. എന്നാൽ ഭയപ്പെട്ടു നിൽക്കുന്ന ആ കുട്ടിക്ക് ആശ്വാസമേകിക്കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ പിതാവ് പറയുന്നു, സ്കൂള് ഒരു പണിഷ്മെൻ്റ് അല്ല. ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. വീണ്ടും പിതാവ് അവന് വിശദീകരിച്ചു കൊടുക്കുന്നു, സ്കൂൾ എന്നുള്ളത് ഒരു ഫാക്ടറിയിൽ ചില വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നത് പോലെ കുട്ടികൾക്ക് അറിവും പരിശീലനവും നൽകി നല്ല ഉപകാരപ്രദമായ പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഇടമാണ് എന്ന്. The boy enters the school hesitantly. സ്വാഭാവികമായും കുട്ടി അല്പം മടിയോടെ ഭയത്തോടെ സ്കൂളിൽ പ്രവേശിക്കുന്നു. But he finds it to be a vibrant place with many boys and girls. എന്നാൽ അവൻ ഭയപ്പെട്ടതിന് വിപരീതമായി അവിടെ വളരെ ഊർജ്ജസ്വലമായ ഒരു ഇടമായിട്ടാണ് അവൻ കാണുന്നത്. ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും അവനെപ്പോലെ തന്നെ അവിടെയുണ്ട്. He experiences a mixture of curiosity, fear and excitement. അവനിപ്പോൾ വളരെ സമ്മിശ്രമായിട്ടുള്ള ചില അനുഭവങ്ങളാണ്, വികാരങ്ങളാണ്. അവനിൽ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ജിജ്ഞാസ, ഫിയർ, അല്പം ഭയം ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, ആവേശം എല്ലാമുണ്ട്. Soon he makes new friends and engages in various activities. താമസിയാതെ തന്നെ അവൻ പുതിയ കൂട്ടുകാരെ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവൻ വ്യാപൃതനാകുന്നു. പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് ആൻഡ് ലേണിംഗ് മെനി ന്യൂ തിങ്സ്. പലതരത്തിലുള്ള വിനോദങ്ങളിൽ, ഗെയിമുകളിൽ അവൻ പങ്കാളിയാകുന്നു. അതോടൊപ്പം പുതിയ പുതിയ അറിവുകൾ, കാര്യങ്ങൾ അവൻ പഠിക്കുന്നു, നേടുന്നു. He goes through moments of both joy and struggle. അവൻ സന്തോഷത്തിൻ്റെയും പ്രയാസങ്ങളുടെയും മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു. ആക്ച്വലി he passes through the ups and downs of a lifetime in what feels to him like just half a day. യഥാർത്ഥത്തിൽ ഒരു ലൈഫ് ടൈം, ദീർഘമായ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും അയാൾ ജീവിതത്തിൽ നേരിടുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും താഴ്ചകളും എല്ലാം തന്നെ ഹാഫ് എ ഡേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചുരുങ്ങിയ സമയത്തിനകം അവൻ ആ വിദ്യാലയത്തിൽ നേരിടുകയായിരുന്നു, അനുഭവിക്കുകയായിരുന്നു, അറിയുകയായിരുന്നു. In the story, time is portrayed as moving rapidly. ഈ കഥയിൽ സമയം, കാലം എന്നുള്ളത് അതിവേഗം സഞ്ചരിക്കുന്ന ഒന്നായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. A man's lifespan is as short as what feels like half a day at school. ഒരാളുടെ ലൈഫ് സ്പാൻ, ആയുസ്, ജീവിതകാലം എന്നുള്ളത് ഒരു സ്കൂളിൽ ചെലവഴിക്കപ്പെടുന്ന ഹാഫ് എ ഡേ പോലെ ചെറുതാണെന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത്. Within the duration of this half a day, the child grows and his surroundings change. സ്കൂളിലെ അര ദിവസം, ഈ വളരെ ചുരുങ്ങിയ കാലത്തിനകം തന്നെ ആ കുട്ടി വളർന്നു വലുതായി ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നു. അതോടൊപ്പം അവൻ്റെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ധാരാളം സംഭവിക്കുന്നു. These dramatic changes highlight the rapid passage of time. കഥയിൽ വിശദീകരിക്കുന്ന ഈ നാടകീയമായ മാറ്റങ്ങൾ സമയത്തിൻ്റെ, കാലത്തിൻ്റെ കടന്നുപോക്കിൻ്റെ വേഗം ഹൈലൈറ്റ് ചെയ്യുന്നു. ആൻഡ് ദി ഇനവിറ്റബിൾ ഗ്രോത്ത് ഫ്രം യൂത്ത് ടു ഓൾഡ് ഏജ്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് അവൻ ഓൾഡ് ഏജിലേക്ക് വളരുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്നും ഹൈലൈറ്റ് ചെയ്യുന്നു. The writer skillfully uses half a day at school as a metaphor for life. എഴുത്തുകാരൻ വളരെ സമൃദ്ധമായി ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ, സ്കൂളിലെ അര ദിവസം എന്ന ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതിനെ ജീവിതത്തിൻ്റെ ഒരു മെറ്റഫർ, താരതമ്യമായിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. സിഗ്നിഫൈയിങ് ദ ഷോർട്ട്നെസ് ഓഫ് എ മാൻസ് ലൈഫ് സ്പാൻ. ഒരാളുടെ ലൈഫ് സ്പാൻ, ആയുസ്, അതിൻ്റെ ഷോർട്ട്നെസ്, അത് എത്രമാത്രം ഷോർട്ട് പീരീഡാണ് എന്നാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ദ റാപ്പിഡിറ്റി ഓഫ് ദ പാസേജ് ഓഫ് ടൈം, കാലത്തിൻ്റെ, സമയത്തിൻ്റെ കടന്നുപോക്ക് അത് എത്ര വേഗമാണ് സംഭവിക്കുന്നത് എന്നും. മാത്രമല്ല ആൻഡ് ദി ഇനവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ അനിവാര്യതയും. നമ്മുടെ ചുറ്റുപാടുകളും നാം തന്നെയും കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച്, കടന്നുപോക്കിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകും
എന്നുള്ള യാഥാർത്ഥ്യവുമാണ് കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. നേരത്തെ വിശദീകരിച്ച പോലെ ദ സ്റ്റോറി ഹാഫ് എ ഡേ ഈസ് ആൻ ആലിഗറി ദറ്റ് യൂസസ് ദി ഡ്യൂറേഷൻ ഓഫ് ഹാഫ് എ ഡേ ആസ് എ സിംബലിക് റെഫറൻസ് ടു ഷോ ഹൗ ഷോർട്ട് എ മാൻസ് ലൈഫ് ടൈം ഈസ്. ഈ കഥ ഒരു ആലിഗറിയാണ്. ഇതിലൂടെ ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ എന്നുള്ള ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഒരു മനുഷ്യൻ്റെ മാൻസ് ലൈഫ് ടൈം എത്രമാത്രം ഹൗ ഷോർട്ട് ഇറ്റ് ഈസ്, എത്ര ചെറുതാണെന്ന് കാണിക്കാനാണ് ഈ സ്റ്റോറി ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതോടൊപ്പം ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.